ഹായ് ഓൾ. പടക്കളം ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത പടക്കളം ഒരു ഹാസ്യത്തെ ചാലിച്ചൊരു ഫാൻറ്റസി മൂവിയാണ്. ഒരു പക്ക ഫൺ റൈഡാണ് ഈ സിനിമ. ഒരുപാട് നാൾക്ക് ശേഷം, വ്യക്തമായി പറഞ്ഞ പ്രേമലുവിന് ശേഷം ഇത്രയും ചിരിച്ച് എൻജോയ് ചെയ്ത മറ്റൊരു പടമില്ല എന്ന് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പാളിപ്പോയാൽ അട്ടപ്പടലോ ആയേക്കാവുന്നൊരു സബ്ജക്റ്റ് ഗംഭീരമായൊരു തിരക്കഥയുടെ ബലത്തിൽ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് മനു സ്വരാജ്. ഇതിഹാസം എന്ന സിനിമയുമായിട്ട് ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് അഭിനേതാക്കളുടെ മികച്ച പ്രകടനമാണ്. സോ ഈ സിനിമയിലെ കാസ്റ്റിംഗ് ഡയറക്ടർക്ക് നമുക്ക് മനസ്സറിഞ്ഞതിനൊരു കയ്യടി കൊടുക്കേണ്ടി വരും. പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് ഫാലിമി, ആലപ്പുഴ ജിങ്കാൻ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സന്ദീപ് പ്രദീപാണ്. വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ആ ചിത്രത്തിൽ തന്നെ മറ്റൊരു കഥാപാത്രമായുള്ള പ്രകടനം അത്യുഗ്രഹം എന്ന് തന്നെ പറയണം കേട്ടോ. പിന്നെ ക്യാരക്ടറിൻ്റെ കൂട്ടുകാരെ വന്നവരുടെ അഭിനയം എനിക്ക് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാനാവുന്നില്ല. അത്രയും മികച്ച പെർഫോമൻസ്. കോമഡി രംഗങ്ങളിൽ ഇതുപോലെ ടൈമിംഗ് ഉള്ള അഭിനേതാക്കളുടെ സെലക്ഷനാണ് ശരിക്കും ഫുൾ മാർക്ക് കൊടുക്കേണ്ടത്. അവരോടൊപ്പം തന്നെ മാരക പെർഫോമൻസായി നർമ്മരംഗങ്ങളിൽ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. നർമ്മരംഗങ്ങൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന സുരാജും ഷറഫുദ്ദീനും കൂടി ചേരുമ്പോൾ പടക്കളം പക്ക ഒരു ചിരിക്കളമായി മാറുകയാണ്. പ്രധാനമായും പറയേണ്ടത് സുരാജിൻ്റെ പെർഫോമാണ്. നമുക്കറിയാം, കുറേയേറെ വർഷങ്ങളായി പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ മസിൽ പിടുത്തം റോളുകളാണ്, കൂടുതലും ബലം പിടിച്ചുള്ള റോളുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായി തന്നെ ചെയ്തിരുന്നെങ്കിലും സ്ഥിരം ആ ടൈപ്പ് റോളുകളിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇതിൽ സംവിധായകൻ വീണ്ടും ആ പഴയ സുരാജ് വെഞ്ഞാറമൂടിനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കലും ആ ദശമൂലം താമൂലം നമ്മുടെ ഷാഫി സാറിൻ്റെ പടങ്ങളിൽ കണ്ടിരിക്കുന്ന ആ ഒരു പെർഫോം അല്ല. എന്നാൽ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഇവർക്കെല്ലാം ഒപ്പം കട്ടയ്ക്ക് എന്ന ചില ഘട്ടങ്ങൾ ഇവർക്കൊക്കെ മേളിപ്പോയ പെർഫോമൻസ് ആയിരുന്നു ഷറഫുദ്ദീൻ്റേത്. നമുക്കറിയാം, ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു അയലത്തെ പയ്യൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചൊരു അഭിനേതാവാണ് ഷറഫുദ്ദീൻ. എന്നാൽ ഇതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു റോളായിരുന്നു. അതിഗംഭീരമായി തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നോട്ടവും ചിരിയും എല്ലാം കൊണ്ടും രഞ്ജിത്ത് സാർ എന്ന ഒരല്പം നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിട്ട് ഷറഫ് ശരിക്കും നിറഞ്ഞാടിയിട്ടുണ്ട്. എന്തായാലും വളരെ ലോ ഹൈപ്പിൽ വന്ന് ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റി വഴി ഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പടക്കളം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഈ അവധിക്കാലത്ത് തിയേറ്ററിൽ പോയി കണ്ട് ആഘോഷമാക്കാൻ പറ്റിയൊരു മികച്ച സിനിമ തന്നെയാണ്. എല്ലാവരും പോയി കാണുക, അഭിപ്രായം ഇവിടെ അറിയിക്കുക. നന്ദി.